ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ അപരാധം കണ്ടിരിക്കുകയാണ് സോണി മാർവലിന്റെ യെറ്റ് അനദർ ഉളപ്പടം. എന്തിനാണ് സോണി മാർവലും ഇങ്ങനെ മനുഷ്യനെ ദ്രോഹിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു ഞാൻ വിചാരിക്കും ഇത് ചിലപ്പോൾ ബ്രൂട്ടൽ പരിപാടിയൊക്കെ കുറച്ച് അത്യാവശ്യമുള്ള ഫൈറ്റ് ഒക്കെ കാണാന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ എവിടെ ഒരു കണ്ടിന്യൂറ്റിയും ഒരു ഫ്ലോയും ഒന്നുമില്ലാത്ത ഒരു ഡ്രൈ പടം. എന്റെ ദൈവമേ, എങ്ങനെയാണ് ഇങ്ങനെ സിനിമ എടുക്കണത്? ക്രേവൻ ദ ഹണ്ടർ എന്തിനാണെന്ന് അറിയണമെങ്കിൽ സ്പൈഡർമാൻ 2 എന്ന് പറഞ്ഞ ഗെയിമില്ലേ സോണിയിലെ, അത് കളിച്ചു നോക്കണം. അപ്പം മനസ്സിലാവും ക്രേവൻ ദ ഹണ്ടർ എന്തിനാണെന്ന്. ഇതൊരുമാതിരി നല്ലവനായ ക്രേവൻ ദ ഹണ്ടർ, നന്മയോളി. എനിക്ക് വന്ന കളി അതിൻ്റെ ഇടയ്ക്ക് ഒരു അനിയം പാസം. ഇവന്മാരൊക്കെ ഹിന്ദി പടങ്ങൾ ഒരുപാട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ പാസം എടുത്ത് ഇംഗ്ലീഷുകാരന്മാർ കളിക്കുമ്പോൾ ഭയങ്കര ശോകമാണ്. പെർഫോമൻസ് എന്നൊക്കെ പറയാനായിട്ട് ഒരു എന്തൊരു പറയാനിടയി, ഒരു അവിഞ്ഞ പടം. മറ്റവൻ അത്യാവശ്യം ബോഡിയും മറ്റേ പെരുക്കിയൊക്കെ നടക്കണോണ്ട് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എന്നാലും അവൻ ക്രേവൻ ദ ഹണ്ടർ ആണെന്നൊക്കെ വിശ്വസിക്കാൻ ഒരു മടി. ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ജുമുട്ട് സൈസായിരിക്കണം. ഒരുമാതിരി നമ്മുടെ ബത്തീസ്റ്റയൊക്കെ ഇല്ലേ, ബത്തീസ്റ്റയുടെയൊക്കെ പഴയ കാലത്തെ ബോഡിയില്ലേ, അതുപോലെയൊക്കെ ഉള്ള ഒരുത്തനെ വേണം ക്രേവൻ ദ ഹണ്ടർ ആക്കാൻ. അല്ലെങ്കിൽ റോക്കിൻ്റെയൊക്കെ മറ്റേ ഫിസിക്കില്ല, അത് വേണം. അതായത് സ്പൈഡർമാൻ ഒരുമാതിരി കൊച്ചിനെ പോലെയാണ്. ക്രേവൻ ദ ഹണ്ടറിന്റെ കയ്യിലൊക്കെ മറ്റേ കഴുത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ സ്പൈഡർമാൻ ഇങ്ങനെ ഇരിക്കും എല്ലാം കൂടെ. പിന്നെ സ്പൈഡർമാന്റെ ലോകത്തുള്ള വില്ലന്മാരെ കാണിക്കുമ്പോൾ സ്പൈഡർമാനെ കാണിക്കണം. അത് ബേസിക് മര്യാദയാണത്. അതല്ലാതെ ഈ മണ്ട ഇങ്ങനെ ചാടി കിടക്കുക. അവന്റെ കഥ നമുക്ക് കേട്ടിട്ട് എന്ത് ചെയ്യേ, അവനെ എങ്ങനെ അവന്റെ പവർ കാണിക്കുക, എന്നിട്ട് സ്പൈഡർമാൻ എങ്ങനെ അങ്ങനെ അത്രയും പവർഫുൾ ആയ ഒരുത്തനെ എങ്ങനെ അടിച്ചിടും എന്നുള്ളതിലാണ് എക്സൈറ്റ്മെന്റ് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ വില്ലനാക്കിയത്. അയ്യോ എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. എനിക്ക് ആകെ ഈ സിനിമയിലുള്ളൊരു ടേക്ക് അവേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദുബായ് മോളിൽ റീൽ സിനിമയിൽ ഡോൾബി സിനിമ എന്ന് പറയുന്ന ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അതായത് ഡോൾബി വിഷൻ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും വരുന്ന ഒരു തിയേറ്ററാണ്. മോനെ കേട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ്. പക്ക 4K ഫോർമാറ്റിൽ ഡോൾബി വിഷൻ, ബ്ലാക്ക് ഒക്കെ നല്ല ജില്ല് ബ്ലാക്ക്, ഒത്തിരി ക്ലാരിറ്റി ആയിരുന്നു പ്രൊജക്ഷൻ. വേറെ ലെവൽ. നല്ല വല്ല പടവും വരുമ്പോൾ അത് പോയി കാണണം ഒന്നും കൂടെ. നല്ല സീറ്റിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. അതായിരുന്നു ആകെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു പരിപാടി. അതല്ല സിനിമയൊക്കെ ഷാളി തന്നെ ആപ്പോ ഒരു റൈനോയൊക്കെ ഉണ്ട് മോനെ. റൈനോ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ആ ഡയറക്ടറിന് ക്ലിയർലി ഹി ഡസന്റ് നോ എനിത്തിങ്. എന്താണ് അയാൾ ഡീൽ ചെയ്യുന്നതെന്നോ, എന്താണ് സോഴ്സ് മെറ്റീരിയൽ എന്നോ, എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ കേട്ടിട്ട് അയാൾ ഒരു സാധനം എടുത്ത് വെച്ച് ക്രേവൻ ദ ഹണ്ടർ എന്ന് പേര്. പ്രമാദമായിരുന്നു. എന്തിനാണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയുന്നത്, ജാനുവരി 1 ഇന്ത്യയിൽ ഇറങ്ങും, പോയാ അനുഭവിച്ചോളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഭയങ്കര ബോറായിരുന്നടേ. എനിക്ക് അവിടെയൊക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാത്ത ഒരു സീക്വൻസോ ഒന്നുമില്ല. നമുക്കിങ്ങനെ ഹാടിപ്പൊളി എന്ന് പറയാനൊന്നുമില്ല. കുറെ മൂക്കൊക്കെ കടിച്ചെടുക്കുന്ന കുറെ സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനായിരുന്നു, എന്താ എനിക്കറിഞ്ഞില്ല. അവനൊരു ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ക്രേവന്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞെട്ടുമല്ലാണോ. ക്രേവൻ ഒരു ലിസ്റ്റിൽ ഒരുത്തന്നെ പേര് എഴുതി കഴിഞ്ഞാൽ അവനെ തോപ്പിക്കുക എന്നാണ്. അതായത് ഹീ വാണ്ട്സ് ടു ബി, അവന് ത്രെട്ടായിട്ടുള്ളവരെയൊക്കെ തോപ്പിക്കുക എന്നുള്ളതാണ് ക്രേവൻ്റെ ഒരു ഇത്. അതായത് ആൽഫ മെയിൽ പരിപാടി ഉണ്ടല്ലോ, അടിച്ച് അമഴ്ത്തി ഞാനാണ്, എന്നിട്ട് അവരെ എന്തെങ്കിലും എടുത്തോണ്ട് പോകും ട്രോഫി ആയിട്ട്. പല്ല, നഖോ, കരടിയോ മറ്റേ എന്തെങ്കിലുമൊക്കെ. അയ്യോ എന്താ ഇതൊക്കെ, ഞാനൊന്നും പറയാനില്ല. ഇതിലുണ്ട് ക്രേവൻ, നല്ലവനായ ക്രേവൻ. പോയി കണ്ടുകൊടുത്തോളി. ശരി എന്നാ.